സംസ്ഥാന സർക്കാർ കർഷകരോട് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുന്നു. നവംബർ 26 മുതൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി ഇന്ന് വിശാല കുട്ടനാട്ടിലുണ്ടായിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. നാളെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും വിശാല കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വൃശ്ചിക വേലിയേറ്റം മൂലം വലിയ തോതിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം 12 മണിയാകുമ്പോൾ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. റോഡുകളിലേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യം. ഇപ്പോൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമായി 5 പാടശേഖരങ്ങൾ മട വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഒരു പാടശേഖരം ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി കൃഷിഭവൻ്റെ പരിധിയിലും വെളിനാട് കൃഷിഭവൻ്റെ പരിധിയിലുമായിട്ട് വരുന്ന വലിയ ഒരു പാടശേഖരം മട വീണിരിക്കുന്നു. വിശാല കുട്ടനാട്ടിൽ അനിയന്ത്രിതമായ വേലിയേറ്റം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മടവീഴ്ചയും നിയന്ത്രിക്കുന്നതിന് തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കും. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരാണ് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. വിശാല കുട്ടനാട്ടിലാകെ തുടർന്നു വരുന്ന അതിതീവ്രമായ വൃശ്ചിക വേലിയേറ്റത്തെ പ്രതിരോധിക്കുന്നതിനായി തണ്ണീർമുക്കത്തെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി നിരവധി നിവേദനങ്ങൾ ജില്ലാ ഭരണകൂടത്തിനും കൃഷിവകുപ്പ് മന്ത്രിക്കും നൽകിയിരുന്നു. എന്നാൽ ഇതിനൊന്നും യാതൊരു ഫലവും കാണാതെ വന്ന സാഹചര്യത്തിലാണ് നെൽകർഷക സംരക്ഷണ സമിതി സമരം ശക്തമാക്കുന്നത്. വേലിയേറ്റം രൂക്ഷമായതോടെ കുട്ടനാട്ടിൽ വിവിധ മേഖലകളിൽ വെള്ളപ്പൊക്കവും മടവീഴ്ചയും കവിഞ്ഞുകയറ്റവും മൂലം കർഷകരും ജനങ്ങളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്നും രൊക്കം പണം നൽകി നെല്ല് സംഭരിക്കണമെന്നും നെല്ലുവില കൂട്ടി നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പുഞ്ചകൃഷിക്കായി നൽകിയ വിത്ത് കിളർക്കാതെ വന്നതുമൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധിയും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി വി ജയലാലി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, മേഖലാ കോർഡിനേറ്റർ PS വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം ഏറ്റെടുത്ത് വ്യാപാരി വ്യവസായി സമിതി ചങ്ങനാശ്ശേരി പായിപ്പാട് യൂണിറ്റ് ഒരു നാടിന്റെ മുഴുവൻ ആശീർവാദവും സ്നേഹാശംസകളും ഏറ്റുവാങ്ങി 5 പെൺകുട്ടികളാണ് സുമംഗലികളായത്. ജാതിമത ചിന്തകളില്ലാതെ മാനവികതയുടെ കതിർമണ്ഡപത്തിൽ 5 പെൺകുട്ടികൾ സുമംഗലികളായപ്പോൾ വ്യാപാരി വ്യവസായി സമിതി പായിപ്പാട് യൂണിറ്റിന് അത് ചാരിതാർത്ഥ്യത്തിൻ്റെ നിമിഷങ്ങളായി. നാട്ടിലെ നന്മയുള്ള വ്യക്തിത്വങ്ങളുടെ സഹായത്താൽ നന്മയുടെ പാതയൊരുക്കി പായിപ്പാട് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. ഒരു നാടിൻ്റെ മുഴുവൻ ആശീർവാദവും സ്നേഹാശംസകളും ഏറ്റുവാങ്ങി 5 പെൺകുട്ടികൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആരോഗ്യ, വനിതാ, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിവാഹ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്നുള്ളത് വളരെ മനോഹരമായൊരു കാര്യം. നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ സന്തോഷവും ദുഃഖവും അതുപോലെ നിങ്ങളുടെ പ്രണയവും സ്നേഹവും ഒക്കെ തന്നെ അത് പങ്കുവയ്ക്കാനായി ജീവിതത്തിലൊരു പങ്കാളി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു മനോഹരമായ കാര്യമാണ്. അതുമാത്രമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും പരസ്പരം ആദരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ആദരിക്കുവാൻ കഴിയട്ടെ. പരസ്പരം ആഴമേറിയ സ്നേഹം നൽകാൻ കഴിയട്ടെ. പരസ്പരം കൈത്താങ്ങാകുവാൻ കഴിയട്ടെ. പരസ്പരം കരുതുവാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഇടം നിങ്ങളുടെ കുടുംബമാകട്ടെ. പാനിലെ നിങ്ങളുടെ ബന്ധം നല്ലതാകുമ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളും
മനോഹരമായ അന്തരീക്ഷത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്യുക. അപ്പോൾ പ്രിയപ്പെട്ട വധൂവരന്മാർക്ക് എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് കെ എ അഷറഫ് കുട്ടി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന യോഗത്തിന് ശേഷം വധൂവരന്മാർ പരസ്പരം മാലയിട്ട് പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. സുമനസ്സുകൾ അവർക്ക് സ്വർണ്ണാഭരണങ്ങൾ സമ്മാനങ്ങളായി നൽകി. MLA-മാരായ അഡ്വക്കേറ്റ് ജോവ് മൈക്കിൾ, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനുമായ ES ബിജു, പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത്ത്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനു ജോബ്, കുറ്റപ്പുഴ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് R മനു, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഉരുൾപൊട്ടലുണ്ടായ വയനാടിന് അർഹമായ കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തപാൽ ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് അപലപനീയമാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സലിം മടവൂർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും ബോധ്യപ്പെട്ടതാണ്. എന്നാൽ അടിയന്തര സഹായം പോലും അനുവദിച്ചില്ല. രാഷ്ട്രീയ വിയോജിപ്പുകളുടെ ഭാഗമായി കേരളത്തോട് കാട്ടുന്ന ഇത്തരം സമീപനം ജനവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ കണ്ണോടുകൂടി കണ്ടുകൊണ്ട് ദുരന്തങ്ങളുടെ ഗൗരവം നോക്കിക്കണ്ടുകൊണ്ട് നടപടിയെടുക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങളിലെ ഭരണത്തിന്റെ സംവിധാനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നത്. ഈ ജനാധിപത്യ വിരുദ്ധതയെ ഞങ്ങൾ ഏത് അതിർത്തി വരെയും ചോദ്യം ചെയ്യാനും ഏത് തരത്തിലും ചലഞ്ച് ചെയ്യാനും വേണ്ടി വന്നാൽ വേണ്ടപ്പെട്ട കോടതികളിൽ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് കേരള ഹൈക്കോടതിയിൽ കേരളത്തിന് സഹായം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും അവിടെ സത്യവാങ്മൂലം നൽകുകയും ചെയ്തിട്ട് കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് നമുക്ക് സഹായം നിഷേധിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ജനാധിപത്യപരമായ ചിന്തയിൽ ജനാധിപത്യപരമായി ചിന്തിച്ചുകൊണ്ട് ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് സഹായം കൊടുക്കാനും ആ തോതനുസരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വയനാട്ടിലെ മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ പാവപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് ആ ജനങ്ങളൊക്കെ നമുക്കറിയാം, എസ്റ്റേറ്റ് പാടികളിൽ സ്വന്തമായി വീട് പോലും ഇല്ലാത്ത എസ്റ്റേറ്റ് പാടികളിൽ ജീവിക്കുന്ന ദരിദ്രരായ ജനവിഭാഗമാണ് വയനാട്ടിൽ ജീവിക്കുന്നത്. ആ ചൂരൽമലയിലെ ജനങ്ങളോടല്ല നിങ്ങൾ പക തീർക്കേണ്ടത്. RJD ജില്ലാ പ്രസിഡന്റ് സാദിഖ് M മാക്കിയിൽ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗങ്ങളായ ഗിരീഷ് ഇലഞ്ഞിമേൽ, G ശശിധര പണിക്കർ, മോഹൻ C അറവന്തറ, ജില്ലാ ഭാരവാഹികൾ, നിയോജകമണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ കേവലമായ പ്രതിഷേധമല്ല, ആഴമേറിയ തിരിച്ചറിവോടുകൂടിയ പ്രതിരോധ പ്രവർത്തനമാണ് വേണ്ടതെന്ന് പ്രമുഖ ഗാന്ധിയനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ PM മത്തായി. യുദ്ധം ഇല്ലാതാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മാനവരാശിക്ക് നിർഭയം മുന്നോട്ടു പോകാൻ കഴിയണമെന്നും അതിനുള്ള സമാധാനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടണമെന്നും ഡോക്ടർ മത്തായി അഭിപ്രായപ്പെട്ടു. ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഹരിപ്പാട് ഗാന്ധി സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ PM മത്തായി. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് നമ്മൾ അറിയും. പക്ഷേ നമ്മുടെ ഈ പ്രതിരോധ പ്രവർത്തനം വെറും എന്താ പറയുക, പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് താത്കാലികമായിട്ടുള്ള ഒരു പ്രതിവിധി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറുത്തുനിൽപ്പ് സമരം മാത്രമായി പരിമിതപ്പെടുത്താതിരിക്കണം. കാരണം നമുക്ക് നാളത്തെ ലോകത്തെ പറ്റി ഒരു സങ്കല്പമുണ്ടാകും. ആ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകക്രമത്തെ അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ നിരാകരിക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം പറഞ്ഞ മറുപടിയുണ്ട്. മനുഷ്യനിലെ ഈ കഴിവുകൾ പ്രകൃതി നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസികളാണെങ്കിൽ ഈശ്വരൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള അനേകമായ ഈ കഴിവുകൾ, പൊട്ടൻഷ്യാലിറ്റീസ് ഒക്കെ ഇപ്പം അതുണ്ട്. അതൊന്നും പ്രയോഗിക്കാൻ, അതിനെ വളർത്താനും വികസിക്കാനും അത് പ്രയോഗിക്കാനും അതുകൊണ്ട് സഹജീവികൾക്ക് പ്രയോജനം, ഇതിനൊന്നും സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സാമൂഹ്യ ക്രമം, ഒരു പുതിയ ലോകക്രമം ഉണ്ടാകണം. യോഗത്തിൽ സംഘടനാ ജില്ലാ സെക്രട്ടറി S സീതിലാൽ അധ്യക്ഷനായിരുന്നു. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ഷാജിർ ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ചേരാവള്ളി ശശി, പാർത്ഥസാരഥി വർമ്മ, B ദിലീപൻ, അഡ്വക്കേറ്റ് O ഹാരിസ്,
സൗഭാഗ്യകുമാരി, PR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യം, കരിമണൽ, ഹൈവേ നിർമ്മാണം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രമേയങ്ങളും കൺവെൻഷനിൽ അവതരിപ്പിച്ചു. രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ആലപ്പുഴ റോയൽ പാർക്ക് ഹോട്ടലിൽ നടക്കും. രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് നടക്കുന്ന സംഘടനാ സെഷൻ റൺസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S. ബാബു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TP മനോജ് മുഖ്യാതിഥിയാകും. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കവതരണവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കും. കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഭേദഗതികൾ, അമൃത് പദ്ധതി മാസ്റ്റർ പ്ലാൻ, സ്മാർട്ട് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ റൺസ്ഫെഡിൻ്റെ 4ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നവംബർ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച ആലപ്പുഴ റോയൽ പാർക്ക് ഹോട്ടലിൽ വെച്ച് ബഹുമാന്യയായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാജേശ്വരി അവർ ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ നിലവിലുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഈ സമ്മേളനം മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ അപേക്ഷ പെർമിറ്റ് എടുക്കുന്ന പുതിയ സോഫ്റ്റ്വെയറായ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും, അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭയിൽ പുതുതായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അമൃത പദ്ധതി മാസ്റ്റർ പ്ലാൻ പ്രകാരം അംഗങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള ആശങ്കകൾ ദൂരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതാണ്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റൺസ്ഫെഡ് സംസ്ഥാന ട്രഷറർ AK മഞ്ജുമോൻ, ജില്ലാ പ്രസിഡന്റ് NT മൈക്കിൾ, സെക്രട്ടറി A. സിനി, R. രാജേന്ദ്രകുമാർ എന്നിവർ പങ്കെടുത്തു. ശബരിമലയിൽ 2ാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു. രഹസ്യാന്വേഷണം, ബോംബ് സ്ക്വാഡ് തുടങ്ങിയ ചുമതലകൾക്കും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായാണ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ ഓഫീസർ SP KE ബൈജു പുതുതായി ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഡിസംബർ 6 വരെ 12 ദിവസമാണ് ബാച്ചിന് ഡ്യൂട്ടി. 8 DYSPമാരുടെ കീഴിൽ 8 ഡിവിഷനുകളിൽ 27 CIമാർ, 90 SI ASIമാർ, 1250 SCPO CPOമാർ എന്നിവരെയാണ് സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വിന്യസിച്ചിട്ടുള്ളത്. 3 ഷിഫ്റ്റായി തിരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിച്ചിട്ടുള്ളത്. 1 DYSP, 2 CI, 12 SI ASI, 155 SCPO CPO എന്നിവരടങ്ങുന്ന ഇന്റലിജൻസ് ബോംബ് സ്ക്വാഡ് ടീമും ചുമതലയേറ്റു. പത്തനംതിട്ട SP VG വിനോദ് കുമാർ, DYSPമാർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ഇവിടെ 6000-ഓളം സ്റ്റാഫുകൾ നമ്മൾ ഉൾപ്പെടെയുണ്ട്. നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഇപ്രാവശ്യവും നിർത്തലാക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് എല്ലാവരും പരസ്പരം അറിയണം. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്റ്റാഫ് ഗേറ്റ് ഉണ്ട്, സ്റ്റാഫ് ഗേറ്റ്. ആ സ്റ്റാഫ് ഗേറ്റിൽ കൂടി നമ്മൾ നേരത്തെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളും അല്ലാത്ത സ്വാമിമാരൊക്കെ തൊഴാൻ നമ്മൾ കയറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റാഫ് ഗേറ്റ് നമ്മൾ ഡ്യൂട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാടിന്റെ സ്വന്തം കവി ലിജു വിദ്യാധരൻ മാമ്പുഴക്കരിയുടെ ഒറ്റ വരിയിലൊരു പ്രണയമെന്ന പുതിയ കവിതാ സമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. ശിവഗിരിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ രാമങ്കരി രാധാകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കവർ പേജിന്റെ കോപ്പി NI തോമസ് നീണ്ടിശ്ശേരിക്ക് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശന കർമ്മം. ലിജു വിദ്യാധരന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം ഒറ്റ വരിയിലൊരു പ്രണയം. ഈ കവിതാ സമാഹാരം ശിവഗിരി മഠത്തിൽ വെച്ച് സമാധി മണ്ഡപത്തിൻ്റെ പരിസരത്ത് വെച്ച് പ്രസിദ്ധീകരിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അതിമനോഹരമായ ഒരു കവിത സമാഹാരമാണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹം, ഹൃദയത്തിൻ്റെ നൊമ്പരം, പ്രണയാർദ്ര സ്മൃതികൾ, ഇണപ്രാവുകൾ തുടങ്ങിയ 10ഓളം കവിതകൾ അടങ്ങിയതാണ് ലിജു വിദ്യാധരൻ്റെ ഒറ്റ വരിയിലൊരു പ്രണയം എന്ന പുതിയ സമാഹാരം. നിഷ്കളങ്ക പ്രണയത്തിൻ്റെ ആർദ്രഭാവങ്ങൾ തൂലികത്തുമ്പിൽ എത്തിയതിൻ്റെ ചിത്രങ്ങളാണ് ലിജു വിദ്യാധരൻ്റെ ഈ കവിതകളിൽ കാണാൻ കഴിയുന്നതെന്ന് ഇതിനോടകം നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട്. കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം ഡിസംബർ 2ാം വാരത്തോടെ നടക്കും.
കവർ പ്രകാശന ചടങ്ങിൽ PR സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ മഹാലക്ഷ്മി സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചൈതന്യ കണ്ണാശുപത്രിയുടെയും KR ഒപ്റ്റിക്കൽസ് തെങ്ങണയുടെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. കുറിച്ചി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം BR മഞ്ജീഷ് ഉദ്ഘാടനം ചെയ്തു. കാഴ്ച പരിമിതി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയ കാഴ്ച കൊണ്ട് ഇങ്ങനെ പോവുക, ആ കാഴ്ച കൃത്യമായി പരിശോധിക്കുകയും ആ പരിശോധനയ്ക്കനുസരിച്ചുള്ള ചികിത്സകളും അതിനുള്ള പ്രതിവിധികളും നേടുകയും ചെയ്താൽ നമുക്ക് തുടങ്ങിയ കാഴ്ച തന്നെ വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പരിമിതമായ കാഴ്ചയിലൂടെ കുറേ നാൾ മുന്നോട്ട് പോയാൽ ഈ കാഴ്ച ഇല്ലാതാകുന്ന സാഹചര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ അയൽക്കൂട്ടം വളരെ കഷ്ടപ്പെട്ട ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ സൗജന്യ ആ നേത്ര പരിശോധനയ്ക്ക് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ അവസരമൊരുക്കിയ കണ്ണാശുപത്രി, അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ സുലഭമായി വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. മഹാലക്ഷ്മി സ്വയം സഹായ സംഘം പ്രസിഡന്റ് മനോജ് TK അധ്യക്ഷത വഹിച്ചു. സംഘം ഭാരവാഹികളായ വിജയൻ, ഹരി, അനീഷ്, ഷാജി മോൻ, ഹരിതകർമ്മസേന അംഗം മേരിക്കുട്ടി, ഡോക്ടർ ഡയാന മോൾ എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് ബാലസഭയുടെയും ചോയ്സ് റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ 14-ാം വാർഡിലെ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചു. കൊല്ലാപുരം അങ്കണവാടിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അനുമോദന ചടങ്ങ്. പഠനത്തിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ച സ്നേഹ സന്തോഷ്, അർജുൻ TS, ആൽഫി ആൻഡ്രൂസ്, അശ്വിൻ J പോൾ, ഇമ്മാനുവൽ ജിജോ, ആൻമേരി സണ്ണി എന്നീ വിദ്യാർത്ഥികൾക്കാണ് ആദരവ് നൽകിയത്. കൊല്ലാപുരം അങ്കണവാടിയിൽ നടന്ന പരിപാടി പായിപ്പാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെയിംസ് വേഷനാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് വാർഡിന്റെ പൊതുവായ വികസനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കലയും സംസ്കാരവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ കായിക ക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നോക്കിക്കാണുകയും അതിന് ആവശ്യമായ പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ നേതാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇതൊരു ചെറിയ സമ്മാനമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ നമുക്കൊരു പേന കിട്ടുമ്പോഴും ഒരു പെൻസിൽ സമ്മാനമായിട്ട് കിട്ടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അന്നുണ്ടായ അത്ഭുതങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ അംഗീകാരവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഡാർലി TG അധ്യക്ഷത വഹിച്ചു. ചോയ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ടോജി സെബാസ്റ്റ്യൻ, പായിപ്പാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജെയ്മോൻ, ബിജി പണിക്കപ്പറമ്പിൽ, പുഷ്പലത എന്നിവർ സംസാരിച്ചു. 1256-ാം നമ്പർ ചമ്പക്കുളം സർവീസ് സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ UDF നേതൃത്വം നൽകിയ ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം. ആകെയുള്ള 9 സീറ്റുകളിൽ 7ഉം UDF പിടിച്ചെടുത്തു. ഇടതുപക്ഷം ഭരിച്ചിരുന്ന സഹകരണ സംഘമാണ് വലിയ ഭൂരിപക്ഷത്തിൽ UDFന്റെ ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണി തിരിച്ചുപിടിച്ചത്. AJ എബ്രഹാം എതിരേറ്റ്, ജേക്കബ് സെബാസ്റ്റ്യൻ എട്ടിൽ, J രാധാമണി, ലാലിമ്മ തങ്കച്ചൻ, അനിയൻ കുഞ്ഞ് കൊച്ചുതറ, വിൽസൺ ചാക്കോ പടൂർ, രാജി ശിവദാസ് എന്നിവരാണ് UDF മുന്നണിയിൽ നിന്നും വിജയിച്ചത്. LDFിൽ നിന്നും തോമസ് ജോസഫ്, ആന്റണി അലക്സ് എന്നിവരും വിജയികളായി. ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണിയിലെ AJ എബ്രഹാം എതിരേറ്റിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.